ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് കർണാടക സ്റ്റൈലിലുള്ള ഒരു വെജ് പുലാവാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് കുക്കറിൽ ഉണ്ടാക്കാറുള്ള ഒരു പുലാവാണ്. എനിക്ക് അവിടുത്തെ ആ ഒരു ടേസ്റ്റ് വലിയ ഇഷ്ടമാണ്. ഒരു ഗ്രീൻ മസാല പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വളരെ സിമ്പിളാ, നല്ല എളുപ്പമാണ്. ഒരു പോട്ടിൽ അല്ലെങ്കിൽ ഒരു കുക്കറിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാ ഈ റൈസിന്റെ ഒപ്പം കൂട്ടാനില്ലെങ്കിലും ഒരു ചെറിയൊരു അച്ചാർ കിട്ടിയ അല്ല ഒന്നും വേണ്ട, ശരിക്കും നമുക്ക് കഴിക്കാം. എനിക്കിത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ടിഫിൻ ഇത് തരുമ്പോ തൈരുണ്ടാവും കൂട്ടി കഴിക്കാൻ. തൈര് നല്ല കോമ്പിയാണ്, നല്ല കോമ്പിയാണ്. വേറെ ഒന്നും വേണ്ട. എന്നുവെച്ചാൽ നല്ല വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു പുലാവാണ്. നിങ്ങൾക്ക് അത് ബസ്മതി റൈസിലും ഉണ്ടാക്കാം, പൊന്നി റൈസിലും ഉണ്ടാക്കാം. അവിടെ നമ്മൾ ഏതാ ഉപയോഗിക്കാറെന്ന് അറിയോ? അരി, അതൊരു സോനാ മസൂരി ആ അരി വെച്ചിട്ടാണ് കേട്ടോ. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. ഇവിടെ കിട്ടുന്ന തോന്നുന്നുണ്ട്. സോനാ മസൂരി എന്ന് പറയുമ്പോ വേറെ എന്തോ പേരില്ലാന്ന് തോന്നുന്നുണ്ട്, കിട്ടാറുണ്ട് തോന്നുന്നു. ഞാൻ എന്തായാലും ബസ്മതി റൈസ് വെച്ചിട്ടാണ്. റൈസ് തന്നെയാണ് സോനാ മസൂരി. അതെ, അതൊരു നീളമുള്ള ഒരു റൈസ് തന്നെയാണ്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ്. ഇപ്പൊ ബസ്മതി റൈസ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പൊന്നരി പൊന്നരി അത് ഉപയോഗിക്കാം. അപ്പൊ ഇതൊരു 2 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്, ഏകദേശം 1/2 കിലോ. അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരിപ്പയില് വെച്ചിട്ടുണ്ട്. പുലാവിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഈ ഒരു സംഭവങ്ങളുടെ ഒക്കെ കൂടിയുള്ള ഒരു ഗ്രീൻ മസാല പേസ്റ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മല്ലിയില, പുതിനയില, പിന്നെ ഉള്ളത് ഒരു സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് മസാലകൾ കണ്ടോ, ഇത് നല്ല ജീരകമാണ്, ഇത് പെരിഞ്ജീരകം 1 ടീസ്പൂൺ, 2-3-4 ചെറിയ പീസ് കറുവാപ്പട്ട, പിന്നെ ഗ്രാമ്പു, പിന്നെ ഏലക്കായ, വെളുത്തുള്ളി ഒരു 5 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് 1 ടീസ്പൂൺ എടുത്താൽ മതി കൊറിയാണ്ടർ സീഡ്സ് ആണ്. ഇപ്പൊ മസാല പേസ്റ്റിന് ഇതെല്ലാ സംഭവം കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ കപ്പിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇപ്പൊ നമ്മൾ ഗ്രീൻ മസാല പേസ്റ്റ് അരയ്ക്കുമ്പോ അതില് അവിടെ വേറൊരു സംഭവം ചേർക്കണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിക്കുന്നത് ആ ഒരു സംഭവം ചേർക്കാണ്ട. ഏതാണെന്നറിയോ മുൻസനെ? നാളികേരം അരക്കണ പേസ്റ്റില് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ എനിക്കൊരു ചൊടി കിട്ടാറുള്ളത് ഇങ്ങനെയാണ്. അപ്പൊ 2 തരത്തിലും ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കാറുള്ള പൊതുവെ ഈ കോക്കനട്ട് അരച്ച് ചേർക്കാം. കോക്കനട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല എന്തായാലും, അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കോക്കനട്ട്. അത് പക്ഷേ ഞാനറിയോ, നമ്മളിട്ട മസാലയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സ്പൈസ് ലെവൽ ഒന്ന് മൈൽഡ് ആക്കും. ഇതിപ്പോ എരിവുള്ള സംഭവം ഒന്നുമില്ല, ആകെ 2 പച്ചമുളകും. കോക്കനട്ട് വേണ്ട, കൂട്ടാനൊക്കെ വേറെ സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ, നല്ല ഡിഷ് ഉണ്ടെങ്കിൽ കോക്കനട്ട് ചേർത്തോ. അതെന്താ സംഭവം? അപ്പൊ നല്ല ചൊടി കുറഞ്ഞാലും നമുക്ക് കൂട്ടാൻ. ഓ അങ്ങനെ, അത് എങ്ങനെ വേണമെങ്കിൽ ഇതില് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മസാല പേസ്റ്റ് ആണ്. ആ ഒരു മസാല പേസ്റ്റ് കറക്റ്റ് ആയിട്ട് മസാലയുടെ ഫ്ലേവർ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നാളികേരം വേണ്ട. നാളികേരം വേണ്ട, എനിക്ക് അതാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. ഓക്കെ, നമുക്ക് അരക്കാം. മല്ലിയില, പുതിനയില, സവാള, പിന്നെ ബാക്കിയെല്ലാ മസാലകൾ. സവാളയിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട്, വെളുത്തുള്ളിയിലൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് നന്നായിട്ട് അരച്ചിടാം. നമുക്കിവിടെ പുലാവിന് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടറ്റോ, കുറച്ച് കോളിഫ്ലവറിൻ്റെ കഷ്ണമുണ്ട്, എന്താ പറയുക ഫ്രഞ്ച് ബീൻസ് ഇല്ലേ, ബീൻസ്, ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ഇത് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ്, ഒരു സവാള. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ക്യാപ്സിക്കം ഉണ്ട്, ക്യാപ്സിക്കം കൂടി എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷെ പൊതുവെ ഈ വെജിറ്റബിൾസ് ഒക്കെയാണ് ഈ പുലാവിന് ഉപയോഗിക്കുന്നത്. പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം.
ഗീ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിവിടെ കുറച്ച് ഓയിലും കുറച്ച് ഗീയും ഉപയോഗിക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. ബേ ലീഫ് ഇതിൽ മസ്റ്റാട്ടോ. ഇനി സവാളയും ഈ ബേ ലീഫും കൂടി നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലാവണ വരെ വഴറ്റണം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ കളർ മതിയല്ലേ സാർ? ഈ കളർ മതി. ഇനി നമുക്ക് നമ്മുടെ എടുത്തു വെച്ച വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അത് പിന്നെ നമ്മൾ പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്, ആ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കറക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പം അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് വഴറ്റാം. ശരി ശരി. നമുക്ക് ഉപ്പിടണം. ഉപ്പ് വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ലിസ് ഇതായിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു മിനിറ്റോളം നന്നായി നമ്മൾ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച ഗ്രീൻ മസാല പേസ്റ്റ് കണ്ടോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 മിനിറ്റോളം നന്നായി വഴറ്റണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റോസ്മെല്ല് അതിൻ്റെ ആ റോസ്മെല്ല് പോണ വരെ വഴറ്റിയ നല്ല ടേസ്റ്റ് ആയിരിക്കും പുലാവ്. ഇതിപ്പോ ഒരേ മസാല ഇങ്ങനെ നല്ല സ്മെല്ല് വരുന്നില്ലേ ഇതാ. ഇത് ഇങ്ങനെ ഒരു 2 മിനിറ്റ് ഞാൻ വഴറ്റുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ പുലാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പുലാവിന് എന്ന് പറഞ്ഞാൽ അരിയുടെ നേരെ ഇരട്ടി വെള്ളം. ഒരു സംശയം ചോദിക്കട്ടെ, നമ്മള് മിക്സിയിൽ അടിച്ചില്ലേ അതില് വെള്ളം, ഞാൻ ഇതിന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ചേർത്ത് ഒഴിക്കണം. ഒരു 1/2 ഗ്ലാസ് കൂടുതൽ വെള്ളം വെച്ചെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസ് വേവാൻ വേണ്ടി. ബസുമതി അരി പോയോളും. ബസുമതി അരി ആവുമ്പോ 2 ഗ്ലാസ് എടുത്തപ്പോ 4 ഗ്ലാസ് വെള്ളം. അപ്പൊ 4.5 ഗ്ലാസ് വെള്ളം മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതേ ആ മിക്സി കഴുകി ഒഴിക്കാൻ അതിൽ നിന്ന് തന്നെ ഞാൻ വെള്ളം എടുത്തതാണ്. അപ്പൊ അതാ മസാല മാറ്റില്ല എന്ന് വെച്ചാ ഈ മസാലയുടെ ഒരു തരി പോലും കളയരുത് എന്ന് പറയും. എന്നുവെച്ചാൽ അത്രയും ടേസ്റ്റാണ്. ഇത് ഒന്ന് തിളച്ച് വരണം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ അത് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു 1/2 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെക്കാം. ഇനി നമുക്ക് ബസുമതി അരി നമ്മൾ ഇതാക്കി വെച്ചേക്കണം. ഇത് തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ അതിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ. ഇത് വേവണ വരാതായത് ഒരു 10 മിനിറ്റ് എന്തായാലും 10 മിനിറ്റ് അങ്ങനെ എടുക്കും. അതായത് ആ ഒരു വേവട്ടെ. നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഓൾറെഡി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്നിളക്കുമാണ്. ഓൾമോസ്റ്റ് ഇങ്ങനെ വെള്ളമൊക്കെ വെറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിത് കുറച്ചും കൂടി ഇതിപ്പോ ഒരു 80% വേവായിട്ടുണ്ട്. എന്നാൽ ഇത്തിരി കൂടിയും വേവാനുണ്ട്. പക്ഷെ ഇത് നമുക്ക് കുറച്ചു നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഒന്നും കൂടി അതിന്റെ വെള്ളം ഒന്ന് വലിഞ്ഞ്, അതായത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ചാൽ മതി. ആ ഒരു ചൂടിലിരുന്നിട്ട് ബാക്കി സെറ്റ് ആവും. അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. മല്ലിയിലയുടെ സ്മെല്ലൊക്കെ ഉണ്ട്, എന്നാലും ഒരു ഭംഗിക്ക് മല്ലിയിലിട്ട് ഗാർണിഷ് ചെയ്യാം. ഞങ്ങളിവിടെ ഈ ഡിഷിന്റെ ഒപ്പം ഈ റൈസിന്റെ ഒപ്പം ഡിഷ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. അതെല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അതാണ്.